ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അമ്മാ ബഅദ്. ജനങ്ങളിൽ ഏറെ ശ്രേഷ്ഠരായവർ എന്ന ഹദീസാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംറ ഖാല ഖീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൻ നാസി അഫ്ളൽ ഖാല കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ ഖാലു സദൂഖുൽ ലിസാനി നഅരിഫുഹു ഫമാ മഹ്മൂമുൽ ഖൽബ് ഖാല ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗയ വലാ ഗില്ല വലാ ഹസദ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, ആരാണ് ജനങ്ങളിൽ ഏറെ ശ്രേഷ്ഠൻ? ഹൃദയവിശുദ്ധിയുള്ളവനും നാവ് കൂടുതൽ സത്യസന്ധമായവനും. നാവ് സത്യസന്ധമായവനെ ഞങ്ങൾക്ക് മനസ്സിലായി. ഹൃദയവിശുദ്ധിയുള്ളവൻ ആരാണ്? ഒരു പാപവുമില്ലാത്ത ഭക്തിയും വൃത്തിയുമുള്ള മനസ്സുള്ളവൻ. ക്രോധമോ പകയോ അസൂയയോ അവന്റെ മനസ്സിലുണ്ടാവില്ല. ഇബ്നു മാജ. ഹൃദയം പരിശുദ്ധമായവരും അധരം സത്യസന്ധമായവരുമാണ് ജനങ്ങളിൽ അത്യുത്തമർ എന്നാണ് ഹദീസിന്റെ പൊരുള്. വീട് അടിച്ചു വൃത്തിയാക്കുന്നതിന് സാധാരണ അറബിയിൽ തഹ്മീമുൽ ബൈത്ത് എന്ന് പറയാറുണ്ട്. അതേപോലെ എല്ലാതരം മാലിന്യങ്ങളിൽ നിന്നും വൃത്തിയുള്ള മനസ്സിനെയാണ് മഹ്മൂമുൽ ഖൽബ് എന്ന് പറയാറുള്ളത്. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളുടെയും പരമലക്ഷ്യം എന്ന് പറയുന്നത് മനസ്സിനെ നന്നാക്കലാണ്. വ്രതാനുഷ്ഠാനത്തിന്റെ ലക്ഷ്യമായിട്ട് വിശുദ്ധ ഖുർആന് പറയുന്നത് തഖ്വയാണ്. തഖ്വയുടെ ആസ്ഥാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 3 തവണ ആവർത്തിച്ച് പറയുകയുണ്ടായി. അതായത് മനസ്സിന്റെ തോന്നലുകളും അതുപോലെ തന്നെ തീരുമാനങ്ങളുമാണ് പിന്നീട് അത് പ്രവർത്തനങ്ങളായിട്ട് രൂപപ്പെടുന്നത്. നല്ല മനസ്സുള്ളവർക്ക് മാത്രമാണ് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, തീർച്ചയായും ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു, അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു. മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ സൂക്ഷിക്കണമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുരക്ഷിത മനസ്സുമായിട്ട് എത്തുന്നവർക്കാണ് പരലോകത്ത് വിജയം നേടാനാവുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആത്മാവും അതിനെ ക്രമപ്പെടുത്തിയതും സാക്ഷി, അങ്ങനെ അതിന് ധർമ്മത്തെയും അധർമ്മത്തെയും സംബന്ധിച്ച ബോധം നൽകിയ ശക്തിയാണ് സാക്ഷി എന്ന വാക്യം ഓതിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, എൻ്റെ മനസ്സിന് അതിൻ്റെ ഭക്തി നൽകണമേ. നീയാണ് അതിൻ്റെ രക്ഷാധികാരി, നീയാണ് അതിൻ്റെ ഉടമസ്ഥൻ, നീയാണ് അതിനെ നന്നായി സംസ്കരിക്കുന്നവൻ. ആത്മസംസ്കരണമാണ് പ്രവാചക നിയോഗത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. മനസ്സ് നന്നാവുമ്പോഴാണ് ആ വ്യക്തിയും അതുപോലെ തന്നെ സമൂഹവും എല്ലാം നന്നാവുക. അത് കേടാവുമ്പോൾ മൊത്തം ആ വ്യക്തി മാത്രമല്ല സമൂഹവും കേടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരിക. മനസ്സിൽ സ്നേഹം, കാരുണ്യം, ദയ, അനുകമ്പ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും പുറത്തേക്ക് വരിക. അതുകൊണ്ടാണ് മനസ്സ് നന്നായവർക്കാണ് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട്. മനസ്സ് കേടായാൽ മനസ്സിലെ അസൂയ, പക, വിദ്വേഷം, വെറുപ്പ് ഇതൊക്കെയാണ് നിറച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ അതായിരിക്കും പുറത്തേക്ക് വരിക. അങ്ങനെയുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനോ പണിയെടുക്കാനോ സാധിക്കുകയില്ല. സ്വാർത്ഥ ചിന്തയായിരിക്കും. നമ്മൾ ഏതൊരു സംഗതിയും നമുക്കറിയാം മനസ്സുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ചില ആളുകൾ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയാറില്ല, അല്ലേ, മനസ്സ് ശരിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതേപോലെ ചില സമ്പന്നരുണ്ടാവും, അവർ തീരെ ഒരു ദാനധർമ്മം പോലും കൊടുക്കാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് കേൾക്കാറുണ്ട്, പിന്നെ എത്ര ഉണ്ടായിട്ട് എന്താ, കൊടുക്കാനുള്ളൊരു മനസ്സ് അത് വേറെ തന്നെ വേണം, അല്ലേ. അങ്ങനെ നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കാറുള്ള വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ നല്ല ആളുകളെ കൊണ്ടും നമ്മൾ മനസ്സിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുക, അവർ അലിവുള്ള മനസ്സാണ്, അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്നല്ലേ ആരെങ്കിലും പിന്നെ സഹായിക്കണം എന്നുള്ള മനസ്സ്, അതുപോലെ തന്നെ ആരെങ്കിലും പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ അലിവുള്ള മനസ്സ്, ഇങ്ങനെയുള്ള മനസ്സുള്ളവർക്കാണ് അങ്ങനെ പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം മനസ്സിൽ വേണ്ടാത്ത പല ചിന്തകളും ഉണ്ടെങ്കിൽ, വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുത്ത് പുറത്ത് കളയേണ്ടതുണ്ട്. നമ്മൾ സാധാരണ മൊബൈലൊക്കെ നമുക്കറിയാം, മൊബൈൽ കുറേ കാര്യങ്ങൾ വരുമ്പോൾ കുറേ ഹാങ് ആവും മൊബൈൽ. അപ്പം നമ്മളെന്താണ് ചെയ്യുക, വേണ്ടാത്തതെല്ലാം ക്ലിയർ ചാറ്റ് അടിച്ച് പോക്കും. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ആവശ്യമുള്ള സംഗതികൾ ഉണ്ടാവുമല്ലോ, അത് നമ്മളൊരു ഫയലിലൂടെ വേറെ തന്നെ ആക്കി വെക്കും. അതേപോലെ നമ്മുടെ മനസ്സിനുള്ളിലുള്ളതും
ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്തേക്ക് കളയേണ്ടതുണ്ട്. എന്നിട്ട് മനസ്സ് ശുദ്ധിയാക്കി വെക്കുക. 3 തരം മനസ്സിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. തിന്മയെ അധിക്ഷേപിക്കുന്ന മനസ്സ്, തിന്മയെ പ്രേരിപ്പിക്കുന്ന മനസ്സ്, ശാന്തമായ മനസ്സ്. അതായത് 3 തരം, അങ്ങനെയുള്ള 3 തരം മനസ്സുകൾ. അതിൽ ശാന്തിയും സമാധാനം നിറഞ്ഞ മനസ്സ് ദൃഢവിശ്വാസികൾക്ക് മാത്രമേ നേടാനാകൂ. പിന്നെ ഈ ഹദീസിലുള്ള മറ്റൊരു പരാമർശം സത്യസന്ധതയെക്കുറിച്ചാണ്. സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ മുഖമുദ്രയാണ്. അള്ളാഹു അരുളിയിട്ടുണ്ട്, വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സത്യവാന്മാരോട് സഹവസിക്കുക. എല്ലാ പാപങ്ങളുടെയും തലവനാണ് അസത്യം, നരകത്തിലേക്കുള്ള കുറുക്കു വഴിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കളവ് പറയുന്നത് സൂക്ഷിക്കുക, അധർമ്മങ്ങളിലേക്കാണ് അത് കൊണ്ടുപോകുക, അധർമ്മങ്ങൾ നിങ്ങളെ നരകത്തിലും എത്തിക്കും. എല്ലാത്തരം മാലിന്യങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.